നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വെട്ടിയൊതുക്കിയ സതീശന്റെ നേർക്ക് മുറി കൂടി കെ സുധാകരൻ. കൂടെ നിന്നവരെയൊക്കെ വെട്ടി എന്തിനാണോ സതീശൻ ഇക്കണ്ട കളിയൊക്കെ കളിക്കുന്നത്, അതിന്റെ കടയ്ക്കൽ വെട്ടാൻ ആദ്യ വെടിപൊട്ടിച്ച് കെ സുധാകരൻ. സീറ്റില്ലെങ്കിൽ വോട്ടില്ല. കണ്ണൂരിൽ നിന്ന് സുധാകര പക്ഷക്കാർ കലാപക്കൊടി ഉയർത്തിയപ്പോൾ ഹൈക്കമാൻഡ് വെള്ളം കുടിച്ചു. ഒടുക്കം സുധാകരന് സീറ്റ് എന്ന സൂചന പുറത്തായതും കണ്ണൂരിൽ ഉയർന്ന മുദ്രാവാക്യം സുധാകരൻ മുഖ്യമന്ത്രി എന്നായിരുന്നു. വെള്ളിടിയേറ്റാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അന്ന് വീണത്. ഒടുക്കം സീറ്റില്ലാതെ ഡൽഹിയിൽ നിന്ന് സുധാകരൻ വണ്ടി കയറിയപ്പോഴാണ് സതീശന് ശ്വാസം നേരെ വീണത്. എന്നാൽ വി.ഡി. സതീശന് പണി 18ന്റെ കൊടുക്കുകയാണ് കെ സുധാകരൻ. ഇന്ന് സുധാകരൻ പൊട്ടിച്ച ബോംബിൽ ചിതറി വീണു സതീശൻ. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി എന്ന് സുധാകരന്റെ പ്രഖ്യാപനം. പിന്നാലെ പി.ജെ. കുര്യന്റെ പ്രഖ്യാപനവും ചെന്നിത്തല അല്ലാതെ വേറെ ആര്? ഇതോടെ സതീശന്റെ ഫ്യൂസ് ഊരി. ഇതുവരെ വെള്ളം കോരിയത് വെറുതെ ആകുമോ എന്ന ഭയം സതീശനെ വേട്ടയാടുന്നു. സതീശ പണി ഒന്നൊന്നായി പിന്നാലെ എന്ന ലൈനിലാണ് കെ.എസും സംഘം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള വടംവലി പരസ്യമാകുകയാണ്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടി മുതിർന്ന നേതാക്കളായ പി.ജെ. കുര്യനും കെ സുധാകരനും രംഗത്തെത്തിയതോടെ UDF ക്യാമ്പിൽ ചർച്ചകൾ ചൂടുപിടിച്ചിരിക്കുകയാണ്. ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറിമറിയുന്ന കേരള രാഷ്ട്രീയത്തിൽ ചെന്നിത്തലയുടെ സെക്കൻഡ് ഇന്നിംഗ്സ് ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതത്രേ. തിരുവല്ലയിലെ UDF കൺവെൻഷനിൽ രമേശ് ചെന്നിത്തലയെ വേദിയിൽ ഇരുത്തിക്കൊണ്ടായിരുന്നു പി.ജെ. കുര്യൻ നിർണായക പ്രഖ്യാപനം നടത്തിയത്. തെരഞ്ഞെടുപ്പിൽ UDF ജയിക്കും, മുഖ്യമന്ത്രിയാകുന്നത് രമേശ് ചെന്നിത്തലയായിരിക്കും. പാർട്ടി തീരുമാനിക്കുമെന്ന് ചെന്നിത്തല പറഞ്ഞേക്കാം, പക്ഷേ എനിക്കതിൽ സംശയമില്ല എന്നായിരുന്നു കുര്യന്റെ വാക്കുകൾ. ചെന്നിത്തല ഇത് ചിരിയോടെ സ്വീകരിച്ചുവെങ്കിലും പാർട്ടിയിലെ മറ്റധികാര കേന്ദ്രങ്ങൾക്ക് ഇത് കൃത്യമായ ഒരു മുന്നറിയിപ്പായി മാറി. KPCC മുൻ അധ്യക്ഷൻ കെ സുധാകരനും ചെന്നിത്തലയ്ക്ക് അനുകൂലമായി നിലപാടെടുത്തു നിൽക്കുന്നു. ചെന്നിത്തല കാര്യങ്ങൾ അറിഞ്ഞു പെരുമാറുന്ന സീനിയർ നേതാവാണെന്നും മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ അദ്ദേഹമാണെന്നും സുധാകരൻ വെട്ടിത്തുറന്നു പറഞ്ഞു. കേരള രാഷ്ട്രീയത്തിലേക്ക് ഇനി താനില്ലെന്ന് പ്രഖ്യാപിച്ച സുധാകരൻ ചെന്നിത്തലയ്ക്ക് പിന്തുണ നൽകിയത് എ ഗ്രൂപ്പിനെയും വി.ഡി. സതീശൻ പക്ഷത്തെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, സുധാകരൻ പറഞ്ഞ മറ്റൊരു കാര്യം, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ രമ്യമായി പരിഹരിക്കാനും എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്താനും ചെന്നിത്തലയ്ക്ക് കഴിയുമെന്നാണ്. അതായത് ചെന്നിത്തലയെ തന്നെ ഉയർത്തി കാണിക്കുകയാണ് കെ സുധാകരനും. ഹരിപ്പാട് നിന്ന് 26-ാം വയസ്സിൽ ഏറ്റവും പ്രായം കുറഞ്ഞ MLA ആയി തുടങ്ങിയ ചെന്നിത്തലയുടെ രാഷ്ട്രീയ ജീവിതം ഇന്ന് നിർണായക ഘട്ടത്തിലാണ്. കഴിഞ്ഞ തവണ കിറ്റ് രാഷ്ട്രീയവും കോവിഡ് സാഹചര്യവും ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ച നൽകിയപ്പോൾ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ചെന്നിത്തല നടത്തിയ പോരാട്ടങ്ങൾ വിസ്മരിക്കാനാകില്ല എന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. BJP വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് മറിഞ്ഞതാണ് കഴിഞ്ഞ തവണ തിരിച്ചടിയായതെന്ന് ചെന്നിത്തല തന്നെ വിശ്വസിക്കുന്നു. കോൺഗ്രസിൽ സാധാരണയായി തെരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാറില്ല. എന്നാൽ ചെന്നിത്തലയ്ക്ക് വേണ്ടി മുതിർന്ന നേതാക്കൾ പരസ്യമായി രംഗത്തിറങ്ങുന്നത് വി.ഡി. സതീശന്റെ നേതൃത്വത്തെ വെല്ലുവിളിക്കാനാണോ എന്ന ചോദ്യം ശക്തമാകുന്നു. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷം എ ഗ്രൂപ്പിലുണ്ടായ മാറ്റങ്ങളും സുധാകരൻ ചെന്നിത്തല സഖ്യത്തിന്റെ പുതിയ നീക്കങ്ങളും വരും ദിവസങ്ങളിൽ KPCCയിൽ വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമായേക്കാം. പി.ജെ. കുര്യനും കെ സുധാകരനും ചെന്നിത്തലയെ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടി രംഗത്തെത്തിയതോടെ വി.ഡി. സതീശൻ നയിക്കുന്ന ഔദ്യോഗിക പക്ഷവും ചെന്നിത്തലയെ അനുകൂലിക്കുന്നവരും തമ്മിലുള്ള ബലപരീക്ഷണം UDF അധികാരത്തിലേക്ക് എത്തിയാൽ പുതിയ തലത്തിലേക്ക് നീങ്ങും. തെരഞ്ഞെടുപ്പിന് ശേഷം MLA-മാരുടെ അഭിപ്രായം തേടിയും ഹൈക്കമാൻഡ് ഇടപെട്ടുമായിരിക്കും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക. ചെന്നിത്തലയെ ഇലക്ഷൻ ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാനായി നിയമിച്ചത് അദ്ദേഹത്തിന് പാർട്ടിയിലുള്ള വലിയ സ്വാധീനം കണക്കിലെടുത്ത് തന്നെയാണ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ സമയത്ത് തന്നെ ചെന്നിത്തല NSS ഓർത്തഡോക്സ് സഭാ നേതൃത്വങ്ങളെ സന്ദർശിച്ചത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. വി.ഡി. സതീശനോട് അകൽച്ച പാലിക്കുന്ന സമുദായ സംഘടനകളെ കൂടെ നിർത്താൻ ചെന്നിത്തലയ്ക്ക് കഴിയുന്നു എന്നത് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതേസമയം സതീശനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുൻതൂക്കമെന്ന് ചില സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ഗ്രൂപ്പ് പോരിന് ആക്കം കൂട്ടുന്നുമുണ്ട്. എന്നാൽ പാർട്ടിയിലെ യുവാക്കളുടെയും വി.ഡി. സതീശൻ പക്ഷത്തിന്റെയും എതിർപ്പ് ചെന്നിത്തലയ്ക്ക് വെല്ലുവിളിയാകാൻ സാധ്യതയുമുണ്ട്. അധികാരം കിട്ടിയാലാണ് ഇത്തരത്തിൽ ഉള്ള വലിയ പ്രതിസന്ധികൾ UDFിലും കോൺഗ്രസിലും ഒരു വലിയ ചർച്ചയ്ക്കും
അതുപോലെ തന്നെ പൊട്ടിത്തെറിക്കുമൊക്കെ വഴിവെച്ചേക്കാൻ സാധ്യതയുള്ളത്. ആദ്യം ഭരണം പിടിക്കുക എന്നുള്ള വലിയ ഒരു വെല്ലുവിളിയാണ് ഈ പറയുന്ന UDF പക്ഷത്തിനുള്ളത്. എന്നാൽ എങ്ങനെയാണ് അവർ അവിടെ വലിയ അടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആരാകണം മുഖ്യമന്ത്രി എന്നൊക്കെയുള്ള കാര്യത്തിൽ. PJ കുര്യന്റെ പരാമർശം തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ ഓരോ ആളുകൾ പറയുന്നതാണെന്നും ഒരു മുഖ്യമന്ത്രി ചർച്ചയും കോൺഗ്രസിലില്ലെന്നും സതീശൻ വ്യക്തമാക്കി. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഒരു പ്രൊസീജിയർ ഉണ്ട്, മുതിർന്ന നേതാക്കൾക്ക് ധാരണയുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തെലങ്കാനയിലും കർണാടകയിലും എന്താണോ ചെയ്തത് അങ്ങനെ മുന്നോട്ട് പോകുമെന്നും സതീശൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ച ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടതില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റേത് പരാജിതന്റെ കപട ആത്മവിശ്വാസമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. PR ഏജൻസി എപ്പോഴും മുഖ്യമന്ത്രിയുടെ കൂടെയില്ല, അതുകൊണ്ടാണ് മോശം പദപ്രയോഗങ്ങളിലൂടെ യഥാർത്ഥ മുഖം വെളിച്ചത്ത് വരുന്നതെന്നും രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞു. താൻ നിർദ്ദേശിച്ച പലർക്കും സീറ്റ് കിട്ടിയില്ല എന്നത് ശരിയാണ്. ജോസഫ് വാഴയ്ക്കന് സീറ്റ് കിട്ടാത്തതിൽ തനിക്ക് വേദനയുണ്ടെന്നും ചെന്നിത്തല തുറന്നു പറഞ്ഞു. സുധാകരന് സീറ്റ് നൽകണമെന്ന് താൻ പറഞ്ഞ കാര്യം ചെന്നിത്തല നിഷേധിക്കുകയും ചെയ്തിട്ടില്ല. ഇവിടെയാണ് ഈ സുധാകരൻ ഇപ്പോൾ ചെന്നിത്തലയെ ഉയർത്തി കാണിക്കുന്നതും സുധാകരന് സീറ്റ് കൊടുക്കണം എന്നുള്ള ഒരു ചർച്ച രമേശ് ചെന്നിത്തല ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും ഇപ്പോൾ പ്രതിസന്ധി മുഴുവൻ ഈ പറയുന്ന VD സതീശനാണ് ഉള്ളത്. കാരണം VD സതീശനോട് ഹൈക്കമാൻഡിന് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. മാത്രമല്ല സമുദായ നേതാക്കൾക്കും സതീശനോട് അത്ര കണ്ട് താല്പര്യമില്ല. എന്നാൽ ചെന്നിത്തല എല്ലാവർക്കും സ്വീകാര്യനാണ്. പ്രത്യേകിച്ച് ഹൈക്കമാൻഡിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് രമേശ് ചെന്നിത്തലയോട് ഒരല്പം കരുതൽ കൂടുതലുമാണ്. KC വേണുഗോപാലും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി നോട്ടമിടുന്നുണ്ട് എന്നുള്ള ചില സൂചനകൾ വരുന്നുണ്ട്. പക്ഷേ KCയെ കേന്ദ്രത്തിൽ നിന്ന് മാറ്റാൻ ഒരുപക്ഷേ രാഹുൽ ഗാന്ധി തയ്യാറായേക്കില്ല. അങ്ങനെയെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെയാകും മുൻതൂക്കം എന്നുള്ള ചർച്ചകളും ശക്തമാണ്. പക്ഷേ അത് വല്ലാതെ VD സതീശനെ വിറളി പിടിപ്പിക്കുന്നുണ്ട്. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും തന്നെയാണ് സതീശന് മുന്നിലുള്ള വലിയ വെല്ലുവിളികൾ. ഈ വെല്ലുവിളികളൊക്കെ മുൻപ് തന്നെ വെട്ടി നീക്കിയാണല്ലോ. അതായത് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ നിന്ന് രമേശ് ചെന്നിത്തലയെ ചവിട്ടി പുറത്താക്കാൻ കളിച്ചത് VD സതീശനാണ്. KPCC പ്രസിഡന്റ് കസേരയിൽ നിന്ന് K സുധാകരനെ അടിച്ചിറക്കിയതും സതീശൻ്റെ കളികളൊക്കെ ആയിരുന്നു. ഈ തനിക്ക് മുൻപിലെ എല്ലാ തടസ്സങ്ങളും വെട്ടിമാറ്റി മുഖ്യമന്ത്രി കസേരയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അധികാരം കിട്ടിയാൽ മുഖ്യമന്ത്രി താൻ എന്നുള്ള സ്വപ്നം വല്ലാതെ കാണുന്നുണ്ട് സതീശൻ. അത് പക്ഷേ ഒടുക്കം ഒരു കരച്ചിലിൽ അവസാനിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും സ്ഥാനാർത്ഥി പട്ടികയിലെ അടി തീർത്തപ്പോൾ അടുത്തത് മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള അടിയാണ് കോൺഗ്രസിൽ. സീറ്റ് കിട്ടാത്തതിൽ അമർഷത്തിലാണ് K സുധാകരനെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പലതും KS വിളിച്ചു കൂവും. തനിക്ക് സീറ്റ് കിട്ടുമായിരുന്നു. രാഹുലും മല്ലികാർജുൻ ഖാർഗെയും അനുകൂല നിലപാട് എടുത്തതാണ്. എന്നാൽ അവസാന നിമിഷം കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ചതിച്ചതാണെന്ന് സുധാകരൻ കഴിഞ്ഞ ദിവസം തുറന്നടിച്ചു പറഞ്ഞിരുന്നു. പിന്നിൽ നിന്ന് കുത്തിയവർ ആരാണെന്നറിയാമെന്നും മറുപണി തരുമെന്നും കേസ് വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുന്നത്. K സുധാകരന് യാതൊരു ഓഫറും നൽകിയിട്ടില്ല എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചിട്ടുണ്ട്. സുധാകരൻ അന്ന് മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പോലുമില്ല. എന്നിട്ടും അദ്ദേഹം പാർട്ടി വിടുമെന്നും സ്വതന്ത്രനായി മത്സരിക്കുമെന്ന അടക്കമുള്ള വാർത്തകൾ വന്നു. അദ്ദേഹം പോലും ആ വാർത്തകൾ അറിഞ്ഞിരുന്നില്ല എന്നും KC വേണുഗോപാൽ ഇന്നിപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. തനിക്ക് മേലെയാണ് പാർട്ടിയെന്നാണ് സുധാകരൻ പറഞ്ഞത്. അദ്ദേഹത്തെ പോലെ ഒരുപാട് അനുഭവ സമ്പത്തുള്ള ത്യാഗം സഹിച്ചിട്ടുള്ള നേതാവിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ കൊള്ളാമെന്ന് തോന്നിയതിൽ എന്താണ് തെറ്റ്? പാർട്ടിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാകും, അത് അദ്ദേഹത്തിനും അറിയാം. ആ മത്സരം അദ്ദേഹത്തിൽ ഒരു MP-യിൽ മാത്രം നിൽക്കില്ല. 2-3 സീറ്റുകൾ കൂടി അത്തരം പരീക്ഷണങ്ങൾ ആവർത്തിക്കേണ്ടി വരും. കേരളം പോലൊരു കൊച്ചു സംസ്ഥാനം വലിയ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുക എന്നത് ജനം അംഗീകരിക്കില്ല. അതിനാലാണ് പാർട്ടി അക്കാര്യത്തിൽ തീരുമാനമെടുത്തതും കോൺഗ്രസ് അധ്യക്ഷൻ തന്നെ അക്കാര്യം K സുധാകരനെ അറിയിച്ചതെന്നും അദ്ദേഹം അത് മനസ്സിലാക്കിയതും KC വേണുഗോപാൽ പറഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തർക്കമില്ല. മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ കോൺഗ്രസിന് സംവിധാനമുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനം തർക്കങ്ങളില്ലാതെ പരിഹരിക്കും. കണക്കുകൂട്ടലുകൾക്കപ്പുറം ജയമുണ്ടാകുമെന്നും KC വേണുഗോപാൽ പ്രതികരിച്ചിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു തർക്കം നടക്കുന്നില്ല എന്ന് KC വേണുഗോപാൽ പറയുമ്പോഴും പാർട്ടിയിൽ അതിനുവേണ്ടിയുള്ള തർക്കങ്ങളും പുകച്ചിലും പ്രതിഷേധങ്ങളും പൊട്ടിത്തെറിയും ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും കാത്തിരുന്ന് കാണണം. ഈ പറയുന്നത് പോലെ UDF ആണ് അധികാരം പിടിക്കുന്നതെങ്കിൽ ആര് മുഖ്യമന്ത്രിയാകും? അത് കാത്തിരുന്ന് തന്നെ കാണണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.